Hi students, today we will discuss the fifth phase, that is hardware software integrations. I think this is the most complicated phase while considering the entire life cycle of embedded system design. After the detailed hardware software design, we have to integrate or we have to combine these two components together to achieve the desired task. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈഡ് ടാസ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഹാർഡ്വെയർ സെപ്പറേറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറിനെയും സെപ്പറേറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ എന്താ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് ഫേസ് ഈസ് നോൺ ആസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻസ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഫേസ് ആൻഡ് മസ്റ്റ് ഹാവ് എ സ്പെഷ്യൽ ടൂൾ ആൻഡ് മെത്തേഡ്സ് ടു മാനേജ് ദി കോംപ്ലക്സിറ്റി. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിനെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ ടൂൾസും മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോംപ്ലക്സിറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. ദി പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് എംബഡഡ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഈസ് ആൻ എക്സസൈസ് in debugging and discovery. The process of integrating embedded software and hardware is an exercise in debugging and discovery. Actually എന്താ പറയുക, നമ്മൾ ഒരു ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളത് ഡീബഗ് ചെയ്യും, പിന്നെ ഡിസ്കവറി, ഡീബഗിങ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫൈനലി നമ്മൾ അച്ചീവ്മെൻറ്റിലെത്തുള്ളൂ. അപ്പം discovery is an apt word since software team find out whether it is really understood by the hardware. ഡിസ്കവറി എന്നകത്ത് പറയില്ലേ, അതായത് ഡീബഗിങ് ആൻഡ് ഡിസ്കവറി. അതിനകത്ത് ഡിസ്കവറി തന്നെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡാണ്. കാരണം സോഫ്റ്റ്വെയർ ടീം ചെക്ക് ചെയ്ത് നോക്കുകയാണ് വെദർ ഇറ്റ് ഈസ് റിയലി അണ്ടർസ്റ്റുഡ് ബൈ ദി ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് ഈ സോഫ്റ്റ്വെയറിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ഒരു ചെക്ക് ചെയ്യുന്ന ടീമിന്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ഡിസ്കവറി എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ഫേസാണ് ആക്ച്വലി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫേസ്. ബിക്കോസ് ഇതിന് തൊട്ട് മുമ്പത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി ഡിസൈൻ ചെയ്ത ഹാർഡ്വെയറും സെപ്പറേറ്റ്ലി ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയറാണ്. അത് കമ്പൈൻ ചെയ്യലാണ് ഈ ഫേസിനകത്തുള്ള നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. നമുക്കറിയാം, ഒരുമിച്ചാണ് നമ്മളിത് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഒരു ചെറിയൊരു കാര്യം നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനകത്ത് ഹാർഡ്വെയറിനകത്ത് ചെറിയൊരു കാര്യങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു അഡ്രസ്സ് മാറിയാൽ, ഒരു ഡാറ്റാ ബിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും എന്ത് ചെയ്യില്ല, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം ഇന്നതാണ് ഡാറ്റാ ബിറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ആക്ച്വലി ആര് സോഫ്റ്റ്വെയർ എഴുതുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നമ്മൾ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എഴുതുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ടീംസ് അസ്യൂം ചെയ്യാണ് ഹാർഡ്വെയറിനകത്തുള്ള ഇന്നത് ഒക്കെ അഡ്രസ്സാണ് ആര് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്, സോഫ്റ്റ്വെയർ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അതിനകത്തൊരു ചെറിയ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാലോ, ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ മനസ്സിലാക്കാതിരുന്നതോ ആയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിയെടുക്കൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. സോ ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫേസ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യണം. ആ പ്രോജക്റ്റിനകത്ത് നിങ്ങൾ ഈ എംബഡഡ് സിസ്റ്റം പ്രോജക്റ്റ് ആയിരിക്കണം. അതിനകത്ത് നിങ്ങൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഓക്കെ, ചെറിയൊരു പ്രോജക്റ്റ് ആയാലും മതി നിങ്ങൾക്കത് കോംപ്ലിക്കേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബിഗ് എൻഡൈൻ ആൻഡ് ലിറ്റിൽ എൻഡൈൻ പ്രോബ്ലം എന്നാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഒരു പ്രോബ്ലത്തിൻ്റെ ആണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ആ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ബിഗ് എൻഡൈൻ ലിറ്റിൽ എൻഡൈൻ പ്രോബ്ലം എന്നാണ് അതിനെ ഈ ഇൻഡസ്ട്രിയിൽ പറയുന്നത്, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ടേമിൽ പറയുന്നത് അതാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ സീരിയൽ പോർട്ട് ഈസ് ഡിസൈൻഡ് ഫോർ എൻ അസിക്. ഒരു അസിക് അതായത് അപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC എന്ന് പറയുന്നതിനകത്ത് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് വരിക. ആ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി നമ്മൾ നോർമലി ഒരു പോർട്ട് യൂസ് ചെയ്യും. പോർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ എക്സ്റ്റേണൽ വേൾഡിലേക്ക് സെൻഡ് ചെയ്യുന്ന
ആ ഫിസിക്കൽ കണക്ഷനാണ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ടിന് നോർമലി ഒരു അഡ്രസ്സ് ഉണ്ടാകും, അതിനകത്ത് ഫിസിക്കൽ വയേഴ്സ് ഉണ്ടാകും. 8-bit പോർട്ടാണെങ്കിൽ 8 പിൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ 16 ആണെങ്കിൽ 16 പിൻസ് അവൈലബിൾ ആയിരിക്കും. ചിലപ്പം സീരിയൽ പോർട്ടിനകത്ത് ഒരു സിംഗിൾ പിന്നേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം സീരിയൽ പോർട്ടാണെങ്കിൽ സിംഗിൾ ട്രാൻസ്മിറ്റർ റിസീവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കൂടെ എന്തുണ്ടാകും, ചിലപ്പം 15 പിൻസ് ഉണ്ടാകും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അക്നോളജ്മെൻറ്റ് സിഗ്നൽസ് ഉണ്ടാകും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് പോസിബിൾ ആക്കുന്ന ഒരു സപ്പോർട്ടിങ് സിഗ്നൽസ് അതിനകത്തുണ്ടാകും. എനിവേ സീരിയൽ പിൻ ചിലപ്പോൾ 5 ആയിരിക്കും. അങ്ങനെയുള്ള നമ്പർ ഓഫ് പിൻസ്, ഡിഫറെൻറ്റ് പിൻസ് ഉള്ളതുണ്ട്. അപ്പോൾ എനിവേ ഒരു സീരിയൽ പോർട്ടുണ്ട്. ആ സീരിയൽ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടുണ്ട്. പോർട്ടിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. സപ്പോസ് നമുക്ക് ഒരു 16-bit ഡാറ്റയാണ് പോർട്ടിനകത്ത് സെൻഡ് ചെയ്യേണ്ടതായിരിക്കും, പോർട്ടിലൂടെ സെൻഡ് ചെയ്യേണ്ടത്. ഈ അസിക്ക് സെൻഡ് ചെയ്യുന്നത് 16-bit ഡാറ്റയാണെന്നായിരിക്കാം. ആ 16-bit ഡാറ്റ നമുക്ക് രണ്ട് രീതിയിൽ സെൻഡ് ചെയ്യാം. ഒന്നുകിൽ 16-bit എൻറ്റയർ 16-bit ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 8-bit നെക്സ്റ്റ് ഒരു 8-bit ആയിട്ട് സെൻഡ് ചെയ്യും സെയിം ഇതിനകത്ത്. അപ്പം നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മൾ മെമ്മറി മാപ്ഡ് അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പോർട്ട് അഡ്രസ്സിന് മെമ്മറി മാപ്ഡ് IO ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ മെമ്മറി മാപ്ഡ് IO എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഫിസിക്സ് പഠിച്ച ആൾക്കാർ എനിക്കറിയില്ല. മെമ്മറി മാപ്ഡ് IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി IO അഡ്രസ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി അഡ്രസ്സ് തന്നെ യൂസ് ചെയ്യും. മെമ്മറി അഡ്രസ്സ് ലൊക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോർട്ടിനകത്തേക്ക് എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യും. നിങ്ങളത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ട് അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 16-bit സെൻഡ് ചെയ്തതെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8-bit ഡാറ്റയും ഒരു 8-bit സ്റ്റാറ്റസുമാണ് നമ്മൾ ഉള്ളത്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്തതിനകത്തുള്ള ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് വെക്കാൻ, വെരിഫൈ ചെയ്ത് വെക്കാനാണ് ആക്ച്വലി സ്റ്റാറ്റസ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറായിട്ട് എന്ത് ചെയ്യും, ആക്സസ് ചെയ്യുന്നു. അപ്പോൾ ഈ പോർട്ട് അഡ്രസ്സ് 4000 എന്ന് പറഞ്ഞാൽ പോർട്ട് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ബിറ്റായിട്ടും 4001 യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റസ് പോർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ഇതാണ് ഹാർഡ്വെയർ ഡിസൈനർ ചൂസ് ചെയ്തതെങ്കിൽ, ഹാർഡ്വെയർ ഡിസൈനർ അസ്യൂംസ് ബിഗ് എൻഡൈൻ ഓർഗനൈസേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈനർ അസ്യൂംസ് ലിറ്റിൽ എൻഡൈൻ ബൈറ്റ് ഓർഡർ. അപ്പോൾ ഹാർഡ്വെയർ ഡിസൈനറും സോഫ്റ്റ്വെയർ ഡിസൈനറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, ഈ ഡാറ്റ പോർട്ടിൻ്റെ അഡ്രസ്സും സ്റ്റാറ്റസ് പോർട്ടിൻ്റെ അഡ്രസ്സും തമ്മിൽ അവർ കൺഫ്യൂഷനായി മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് എൻ ഇൻറ്റിഗ്രേഷൻ പ്രോബ്ലം. കാരണം വെച്ച് കഴിഞ്ഞാൽ 4000-നകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 4000 അല്ല ആക്ച്വലി ഇത് 4000 16-bit അഡ്രസ്സാണ്. 4000 ഈ ഒരു അഡ്രസ്സിനകത്തേക്ക്, അല്ലെങ്കിൽ 4 സ്റ്റാർട്ട് ചെയ്യുന്ന 400000 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 20-bit അഡ്രസ്സിനകത്തേക്ക് സെൻഡ് ചെയ്യുന്ന 8-bit ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഈ 20-bit അഡ്രസ്സിനകത്തേക്ക് സെൻഡ് ചെയ്യുന്ന 8-bit ഡാറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, ഡാറ്റയായിരിക്കും. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, റിസീവ് ചെയ്യാം. പക്ഷേ 4001-നകത്തേക്ക് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ബിറ്റ് ആയിട്ടാണ് ആര് കൺസിഡർ ചെയ്യുന്നത്, ഹാർഡ്വെയർ ഡിസൈനർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ ഡിസൈനർ ഇത് നേരെ തിരിച്ചാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ, സോഫ്റ്റ്വെയർ ഡിസൈനർ അപ്പോൾ എങ്ങനെയായിരിക്കും അയാളെങ്ങനെയായിരിക്കും അസ്യൂം ചെയ്യുന്നത്, ഡാറ്റ പോർട്ട് 4001-നകത്തും 4000 എന്ന് ഞാൻ പറയുന്നുള്ളൂ, ആക്ച്വലി ഇത് 4000 അല്ല, 400 പിന്നെ 001 ആണ്. ഇത് 400 0001. ഇപ്പോൾ ഇവിടെ ഡാറ്റ പോർട്ട് 4001-നകത്തും സ്റ്റാറ്റസ് 4000-നകത്തും ഇവിടെ നേരെ തിരിച്ചായിരുന്നു. നേരെ തിരിച്ചായിരുന്നല്ലേ. ബിഗ് എൻഡൈനകത്ത് 4000 ഡാറ്റ പോർട്ടും 4001 സീരിയൽ പോർട്ടായിരുന്നു, സ്റ്റാറ്റസ് പോർട്ടായിരുന്നു. പക്ഷേ ഇവിടെ 4000 ഡാറ്റ പോർട്ടും ഇവിടെ സ്റ്റാറ്റസ് പോർട്ട് 4000-നകത്ത്. നമ്മളൊന്ന് മാത്രം ആലോചിച്ചാൽ മതി, ഡാറ്റ പോർട്ട് 4001 ഇവിടെ അല്ലേ, ഇത് ലിറ്റിൽ എൻഡൈൻ എന്ന് പറഞ്ഞ ഇതിനകത്താണ്. ഡാറ്റ പോർട്ട് ഇവിടെ 4000 ആണ്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഡിസൈനറും ഹാർഡ്വെയർ ഡിസൈനറും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഡിസൈനിങ് ടൈമിലുള്ള ഒരു പ്രോപ്പർ അല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ മാറിപ്പോയി എന്ന് വിചാരിക്കാം. അപ്പം സോഫ്റ്റ്വെയർ ഡിസൈനർ എന്താ ചെയ്യുക, ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഇതിനകത്തായിരിക്കും, 4000-നകത്തായിരിക്കും. 4001-ന് സ്റ്റാറ്റസ് ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ
സോറി, സോഫ്റ്റ്വെയർ ഡിസൈനർ എപ്പോഴും എന്താ ചെയ്യുന്നത്, ഡാറ്റാ പോർട്ട് എന്ന് പറഞ്ഞാൽ 4001-നകത്താണെന്ന് അസ്യൂം ചെയ്തിട്ട് അയാൾ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ ഡാറ്റാ പോർട്ട് വഴിയായിരിക്കും, ആ 4001 വഴിയായിരിക്കും. പക്ഷേ അത് സ്റ്റാറ്റസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് 4000-നകത്തായിരിക്കും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവില്ല, ഒരിക്കലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4000-നകത്ത് ഡാറ്റാ പോർട്ടും 4001-നകത്ത് സ്റ്റാറ്റസ് പോർട്ടുമായിട്ടാണ്. പക്ഷേ ഇവിടെ സോഫ്റ്റ്വെയർ എഴുതിയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഡാറ്റാ പോർട്ടും സ്റ്റാറ്റസ് പോർട്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. ആ മിസ്മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ആക്ച്വൽ ഡാറ്റേനെ സ്റ്റാറ്റസായിട്ട് റിസീവ് ചെയ്യും, ആക്ച്വൽ സ്റ്റാറ്റസിനെ ഡാറ്റയായിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിസ്മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ പോലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 8-bit ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാണ്ടോ? ഒരു 16-bit ആക്സെപ്റ്റ് ചെയ്യേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു, വി ആർ ആക്സെപ്റ്റിംഗ് 8-bit ഈച്ച്. 8-bit ഫസ്റ്റ് ടൈം, data transmitted 8-bit at a time and receive status next time. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ഡാറ്റ ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് ബൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാറ്റസ് റിസീവ് ചെയ്യുന്നു. ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ ഈ ബിഗ് എൻഡെയിൻ ലിറ്റിൽ എൻഡെയിൻ എന്ന് പറഞ്ഞ പ്രോബ്ലം വരുന്നത്. ഇത് നമുക്ക് ഒരുമിച്ച് നമ്മളൊരു 16-bit ബൈറ്റായിട്ട് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ, if 16-bit address is used, the port is declared as unsigned short int. ഇപ്പോൾ ഇത് ഒരു സിയിലുള്ളൊരു റെപ്രസെൻറ്റേഷനാണ്. സി പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അൺസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സൈൻ ഒന്നുമില്ല. എല്ലാ ബിറ്റും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എല്ലാ ബിറ്റും നമ്മൾ മാഗ്നിറ്റ്യൂഡിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സൈൻഡായിട്ട് നമ്മൾ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നെഗറ്റീവും പോസിറ്റീവും റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബിറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം, സൈനിന് വേണ്ടി യൂസ് ചെയ്യണം. സോ ഒരു ബിറ്റ് സൈനും ബാക്കിയുള്ള ബിറ്റ് മാത്രമേ നമുക്ക്, റിമൈനിങ് 15 ബിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ 16-bit അൺസൈൻഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് അൺസൈൻഡ് ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ 16-bit ഈസ് യൂസ്ഡ് ആസ് നമ്പർ, നോട്ട് ഫോർ സൈൻഡ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സൈനിന് വേണ്ടി ഒരു ബിറ്റും റിസർവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഈ 16-bit എന്ത് ചെയ്യാൻ, റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാർഡ്വെയറിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോവർ പാർട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, ഇവിടെ ഹയർ പാർട്ട് പിന്നെ നോക്കാൻ പറ്റും. അത് ഡാറ്റ ആയിട്ട് എടുക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം 16-bit അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ പ്രോബ്ലം വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഇൻറ്റഗ്രേഷൻ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇൻറ്റഗ്രേഷൻ മീൻസ് കമ്പൈൻ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ പ്രോബ്ലം പോലെ നമ്മൾ ഈ എൻ്റർ ഇൻറ്റഗ്രേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നോർമലി ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും, നമ്മളെ പ്രോട്ടോടൈപ്പ്, നമ്മളെ എന്തൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക. നോർമലി ഇൻറ്റഗ്രേഷൻ മീൻസ് കമ്പൈൻ ഹാർഡ്വെയർ, നമ്മളെ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വർക്കിംഗ് മോഡലിനാണ് എൻ്റെ മീനിങ്. നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു എന്താ പറയുക, അതിൻ്റെ പെർഫെക്ഷൻ ഒന്നുമില്ലാതെ, അതായത് അതിൻ്റെ ഫങ്ഷണാലിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈസിനകത്തോ ബാക്കിയുള്ള അതിൻ്റെ ഷേപ്പിനകത്തോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ഇൻക്ലൂഡിങ് പെർഫോമൻസ്, ഇത് പവർ കൺസപ്ഷൻ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ കോണ്ടക്ടിവിറ്റികളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിനകത്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഫസ്റ്റിൽ ഇത് വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതെല്ലാത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും പ്രോട്ടോടൈപ്പ്. എല്ലാ ഡിവൈസും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തൊക്കെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ്, ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതിനെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡ്രൈവർ. ഇതിനകത്തുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഡിവൈസ് എന്തെങ്കിലും ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ മൈക്രോ പ്രോസസ്സറിൻ്റെയും ഡിവൈസിന് ഇടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യേണ്ടി വരും. ആ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. പിന്നെ അതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത് ഏതെങ്കിലും ഒരു OS യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. ആ OS ഇത്
ഇതിനൊക്കെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സറിനാണ് പ്രോസസ്സിങ് ആണ് നമ്മൾ എന്താ പറയുന്നത് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പ്യുവർ ഹാർഡ്വെയർ, അതിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് ഏതൊക്കെ വരും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ഡിവൈസ് ഡ്രൈവർ വരുന്നുണ്ട്, വോയിസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും കൂടെ കമ്പൈൻ ചെയ്യാം. ആ സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, OS, ഈ സാധനങ്ങളുടെ കൂടെ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു 99% ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും, എന്താണ് പ്രോബ്ലം എന്നുള്ളത്, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഹാർഡ്വെയറിനകത്ത് റീവയർ ചെയ്യേണ്ടി വരും, സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യേണ്ടി വരും, നമ്മൾ അസിക്കിനകത്ത് ചേഞ്ചസ് വരുത്തേണ്ടി വരും, നമ്മൾ ഡിസൈനിങ്ങിനകത്ത് റീഡിസൈൻ ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഇത് റെക്ടിഫൈ ചെയ്ത് നമ്മളെ ബഗ് റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് റിയൽ ടൈം ആണെന്നുണ്ടെങ്കിൽ, എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർമലി റിയൽ ടൈം ആയിരിക്കും. റിയൽ ടൈമിനകത്ത് തന്നെ ടൈം കൺസ്ട്രെയിൻറ്റ് കുറച്ചും കൂടെ ടൈമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നോർമലി എല്ലാ എംബഡഡ് സിസ്റ്റവും, അതായത് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന എല്ലാ സാധനങ്ങളും എന്തായിരിക്കണമെന്നില്ല, റിയൽ ടൈം ആയിരിക്കണമെന്നില്ല, ടൈം കൺസ്ട്രെയിൻറ്റ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ചില സിസ്റ്റം, നോർമലി ഒരുവിധ എല്ലാ സിസ്റ്റങ്ങളും ടൈം കൺസ്ട്രെയിൻറ്റ് ആയിരിക്കും. എംബഡഡ് സിസ്റ്റത്തിനകത്ത് തന്നെ റിയൽ ടൈം സിസ്റ്റത്തിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ പർട്ടിക്കുലർ ടൈമിനകത്ത് റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫെയിലർ ആവുന്ന സാധനങ്ങളുണ്ട്. പിന്നെ അതൊരു ഫോൾട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ഡ്രോബാക്കായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ചില ഇതുണ്ട്. അതായത് ചില സിറ്റുവേഷൻസിനകത്ത് ഈ റിയൽ ടൈം സിസ്റ്റത്തിനകത്ത് നമുക്ക് ഈ ഡീബഗിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു പ്രോഡക്റ്റിനകത്ത് A+B എന്ന് പറഞ്ഞ സാധനം Y = A+B ആണെന്നുണ്ടെങ്കിൽ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ Y കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ റിയൽ ടൈം ആകുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മളെ A+B എന്ന് പറഞ്ഞ സാധനം ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് വരികയും വേണം. അതും കൂടെ ആവുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മളെ ഈ ഡീബഗിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സാധനം അതിനേക്കാൾ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതാണ് ആക്ച്വലി എന്ത് നമ്മളെ 5th ഫേസ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസാണ് എന്ത്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, the essential part of hardware software integration is debugging. One of the essential part of hardware software integration is debugging an embedded system. Debugging an embedded system is similar to debugging host based applications. Normally ഒരു എംബഡഡ് സിസ്റ്റം ഡീബഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം എന്താണ്, ഒരു ടാർഗറ്റ് മെഷീനാണ്, സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. സ്റ്റാൻഡ് അലോൺ മെഷീൻ എന്ന് പറഞ്ഞാൽ ഓണാക്കി കഴിഞ്ഞാൽ അത് വേറെ ഒരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പില്ലാതെ വർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. അതിനെ നമ്മൾ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അത് പെർഫോം ചെയ്യും. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പൈൻഡ് ആയിട്ടുള്ള ആ സിസ്റ്റം ഒരു പെർട്ടിക്കുലർ ടാസ്ക് വേറൊരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പില്ലാതെ എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. അങ്ങനെ ഒരു ടാർഗറ്റ് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ഡീബഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീബഗിങ് എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം. നോർമലി ഒരു നമ്മുടെ സിസ്റ്റം, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാഷിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാഷിംഗ് മെഷീനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡീബഗിങ്ങിനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ കമ്പോണൻസും അതിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡീബഗിങ് എന്ന് പറയുന്ന സാധനം ഫെസിലിറ്റി അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആ സിസ്റ്റം ഡീബഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു ഹോസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ആയിരിക്കണം അത്. അപ്പോൾ സാധാരണ ഈ ഹോസ്റ്റും ടാർഗറ്റ് മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം നമുക്ക്. ആക്ച്വലി ഇങ്ങനെയായിരിക്കും സിസ്റ്റം ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ, ഇതിനെ നമ്മൾ പറയാം ഹോസ്റ്റ് മെഷീൻ എന്ന് പറയാം. ഹോസ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീബഗ് ചെയ്യാൻ പ്രൊവിഷനുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം.
ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ എന്താണ് നമ്മുടെ പിന്നെ സിസ്റ്റമാണ് ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എംബഡഡ് സിസ്റ്റമാണ് ആക്ച്വലി നമ്മളിവിടെ ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുണ്ടോ? നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിനെയാണ് ആക്ച്വലി ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്, ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പ്രോട്ടോടൈപ്പ്, അതിൻ്റെ ബോർഡ്, അതിൻ്റെ പ്രോട്ടോടൈപ്പിനെയാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ടാർഗറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് സിസ്റ്റം നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡിബഗ് ചെയ്യാൻ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു ഏത് സിസ്റ്റമാണോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ആ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡീബഗ് ചെയ്ത് എറർ ബഗ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് സിസ്റ്റവും നമ്മുടെ ഒരു ഹോസ്റ്റ് മെഷീൻസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ വഴി കണക്ട് ചെയ്യും. എന്നിട്ട് ടാർഗറ്റ് സിസ്റ്റത്തിനകത്തുള്ള പ്രൊവിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന കമാൻഡ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ഇവിടെ റൺ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാകും. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതിനകത്തുണ്ടാകും, പിന്നെ അവിടെ നിന്ന് വരുന്ന കമാൻഡ്സ് ഇവിടെ റൺ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാകും. ഇവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് ഇതിനകത്തുള്ള ഈ സിസ്റ്റത്തിനകത്തുള്ള ടാർഗറ്റ് മെഷീനകത്തുള്ള എല്ലാ കാര്യങ്ങളും വ്യൂ ചെയ്യാനും അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള പ്രൊവിഷൻസ്, അത് ഡീബഗ് ചെയ്ത് വെക്കാനും ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻസും അതിനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഏതിനകത്തുണ്ടാകും, ഈ ഹോസ്റ്റ് മെഷീൻസ് ഉണ്ടാകും. അപ്പോൾ ഹോസ്റ്റ് മെഷീനകത്ത് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് മെഷീനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഒരു ടാർഗറ്റ് ഹോസ്റ്റ് മെഷീൻ ഡീബഗിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതിൻ്റെ മോണിറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പെഷ്യൽ ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം, പ്ലസ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഹോസ്റ്റ് മെഷീനകത്ത് ആ ഹാർഡ്വെയർ ഇല്ലെങ്കിലും ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ആ സോഫ്റ്റ്വെയർ എന്തൊക്കെ ചെയ്യുക, ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇതിൻ്റെ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഡീബഗ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെഷീനാണ് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റ് മെഷീനിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് സിസ്റ്റത്തിനകത്ത് മോഡിഫൈ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഹോസ്റ്റ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പം ഡീബഗിങ് ആൻഡ് എംബഡഡ് സിസ്റ്റം ഈസ് സിമിലർ ടു ഡീബഗിങ് ആൻഡ് ഹോസ്റ്റ് ബേസ്ഡ് എന്ത് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഹോസ്റ്റ് സിസ്റ്റത്തിനകത്ത് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. ഇഫ് ദി ടാർഗറ്റ് സിസ്റ്റം കണ്ടെയ്ൻ an available communication channel to the host computer, the debugger can exist as two pieces: a debug kernel in the target system and a host application host application that communicates it with the manage the source database symbol table. അതായത് ഇങ്ങനൊരു സിസ്റ്റത്തിനകത്ത്, അതായത് ഹോസ്റ്റും ടാർഗറ്റും ഒരു മെഷീനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് സിസ്റ്റത്തിനകത്ത് എന്തുണ്ടായിരിക്കണം, target system contains an available communication channel to the host computer. The debugger can exit two pieces: a debug kernel in the target system. ഒരു ഡീബഗ് കേണൽ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. നോർമലി കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് കേണൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഡീബഗിങ് സിസ്റ്റത്തിനകത്ത്, അതായത് ടാർഗറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു ഡീബഗ് കേണൽ ഉണ്ടായിരിക്കണം ഇൻ ദി ടാർഗറ്റ് സിസ്റ്റം ആൻഡ് എ ഹോസ്റ്റ് ആപ്ലിക്കേഷൻ and a host application that communicate with it and manages the source database and symbols table. അതായത് ഹോസ്റ്റ് മെഷീനകത്തൊരു കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ ടാർഗറ്റ് സിസ്റ്റമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്തുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ many embedded systems are impossible to debug since its speed is very high and most of them are real time. Real time system നമുക്ക്
നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ ഒരു സിസ്റ്റം പോലെയല്ല. റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തും കൂടെ ഉണ്ട്, ടൈം കൺസ്ട്രെയിൻറ്റും കൂടെയാണ്. അപ്പം A+B y=A+B എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടിയാൽ മാത്രം പോരാ. എയും ബിയും ഇൻപുട്ടായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞ സാധനം കിട്ടിയാൽ മാത്രം പോരാ, അതെന്തും കൂടെ വേണം, ടൈം കൺസ്ട്രെയിൻറ്റും കൂടെയാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ എന്ത് വേണം, y എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യണം. അത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും മിക്കവാറും എല്ലാ സാധനങ്ങളും റിയാക്ട് ചെയ്യുന്നത്, എല്ലാ എംബഡഡ് സിസ്റ്റം റിയാക്ട് ചെയ്തിട്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡീബഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാസ്റ്റായിട്ടുള്ള ഈ സിസ്റ്റത്തിന് നമുക്ക് ടൈം സ്കെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡീബഗ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എ ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിനകത്ത് അവൈലബിൾ ആണെന്ന് നോക്കാൻ പറ്റും. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞ സാധനം ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും, ആഡ് ചെയ്തിട്ട് വേറൊരു രജിസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പ്ലേസ് അതൊക്കെ നമുക്കിങ്ങനെ ടെർമിനേറ്റ് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫൈനലി നമുക്ക് റിസൾട്ട് കറക്റ്റാണെന്ന് നോക്കാൻ പറ്റും. റിസൾട്ട് വൺസ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്ത് വെക്കാൻ പറ്റും, സ്കെയിലിംഗ് കൂട്ടാൻ പറ്റും, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്ത് വെക്കാൻ പറ്റും. നോർമലി എംബഡഡ് സിസ്റ്റം ഡീബഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എംബഡഡ് സിസ്റ്റംസ് ആർ വെരി ഹൈ സ്പീഡ് ആൻഡ് റിയൽ ടൈം സിസ്റ്റംസ്. Due to this difficulty, most of the microprocessor manufacturers provide on-chip hooks to assist debugging. അപ്പോൾ ഇങ്ങനൊരു ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ടാർഗറ്റ് സിസ്റ്റത്തിന് എന്തിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്റ്റ് മെഷീൻസിനെ കണക്ട് ചെയ്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീബഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് മെഷീനകത്ത് യൂസ് ചെയ്യുന്ന മൈക്രോ പ്രൊസസ്സറൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഡീബഗിങ്ങിനുള്ള പ്രൊവിഷൻസ് ഇടും. ആ പ്രൊവിഷൻസിനാണ് നമ്മൾ എന്താ പറയുക, ഓൺ ചിപ്പ് ഹുക്സ് ടു അസിസ്റ്റ് ഡീബഗിങ്. അപ്പോൾ ഹുക്സ് എന്നതിന് പറയാം. ഓരോരോ ചെറിയ ചെറിയ ചെക്ക് പോയിൻറ്റ്സൊക്കെ നമ്മൾ ഇടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, ആ ചെക്ക് പോയിൻറ്റ്സിനകത്ത് കിട്ടുന്ന റിസൾട്ട് കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് ഡീബഗിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹുക്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡ്യൂ ടു ദിസ് ഡിഫിക്കൽട്ടീസ് most of the microprocessor manufacturers provides on-chip hooks to assist debuggers or debuggings. ഡീബഗിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓൺ ചിപ്പ് ഹുക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, നമ്മൾ മൈക്രോ പ്രൊസസ്സറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം സാധാരണ ഒരു സിസ്റ്റം ഡീബഗ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഡിഫിക്കൽട്ടാണ് എന്ത്, നമ്മളെ എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. നോർമലി എംബഡഡ് സിസ്റ്റം ഒരുവിധം എല്ലാ എംബഡഡ് സിസ്റ്റം തന്നെ റിയൽ ടൈമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഇൻ ജനറൽ ഒരു മിനിറ്റ്, in general there are three requirements for debugging an embedded or real-time systems. മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണ് ആക്ച്വലി ഒരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ റിയൽ ടൈം സിസ്റ്റം ഡീബഗ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ്. എന്താണ്? ഫസ്റ്റ് വൺ റൺ കൺട്രോൾ, സെക്കൻഡ് വൺ മെമ്മറി സബ്സ്റ്റിറ്റ്യൂഷൻസ്, ആൻഡ് തേർഡ് വൺ റിയൽ ടൈം അനാലിസിസ്. റൺ കൺട്രോൾ എന്ന് പറയുന്നത് എന്താ? എബിലിറ്റി ടു സ്റ്റാർട്ട്, സ്റ്റോപ്പ്, പീക്ക് ആൻഡ് പോക്ക് ദി പ്രോസസ്സർ ആൻഡ് മെമ്മറി. അപ്പം ഇത്രയും സാധനങ്ങളിലെ പ്രൊവിഷൻസ് നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടായിരിക്കണം. ഒന്ന് എബിലിറ്റി ടു സ്റ്റാർട്ട്, അതിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം, സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാനും ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. പീക്ക് ആൻഡ് പോക്ക്, മെമ്മറിക്കകത്തുനിന്നോ അല്ലെങ്കിൽ രജിസ്റ്ററിനകത്തു നിന്നുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യാനും ആ മെമ്മറിയിലേക്ക് രജിസ്റ്ററിനകത്തേക്കും റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. മെമ്മറിക്കകത്തുനിന്ന് വാല്യൂസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാല്യൂസ് ഡയറക്റ്റ് മോഡിഫൈ ചെയ്യാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, പീക്ക് ആൻഡ് പോക്ക് ടു ദി പ്രോസസ്സർ ആൻഡ് മെമ്മറി. ഒരു പെർട്ടിക്കുലർ മെമ്മറി ഈക്കകത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്യാൻ പറ്റണം, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം, അതിനകത്ത് നിന്ന് റീഡ് ചെയ്യാൻ പറ്റണം, റൈറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ പ്രോസസ്സറും. ഇനി സെക്കൻഡ് തിങ്, memory substitutions, replacing ROM-based memory with RAM for rapid easy code download, debug, repair and safety. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഒരു ടാർഗറ്റ് സിസ്റ്റത്തിനകത്ത് ഉള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നപ്പോഴും ഒരു റോമിലുള്ള
മെമ്മറി ആയിരിക്കും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. വി കനോട്ട് മോഡിഫൈ ദി കണ്ടൻറ് ഓഫ് റോം. അപ്പോൾ ആ റോമിലുള്ള മെമ്മറി മോഡിഫൈ ഒരിക്കലും നമ്മൾ ഫ്യൂസ് ചെയ്തിട്ടാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഈ ടാർഗറ്റ് മെഷീനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. വൺസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീഡ് ഓൺലി മെമ്മറിയുള്ള പ്രോഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും ഒരു എംബഡഡ് സിസ്റ്റം തന്നെ ഒരു റോം ബേസ്ഡ് മെമ്മറി ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. ആ മെമ്മറിയുള്ള പ്രോഗ്രാം ആയിരിക്കും കണ്ടിന്യൂസ്ലി അത് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അതൊരു റാം ബേസ്ഡ് റാപ്പിഡ് ഈസി കോഡ് ഡൗൺലോഡ് ആയിരിക്കണം. അപ്പം ഓരോ പ്രാവശ്യം മോഡിഫൈ ചെയ്യുന്ന സമയത്തും ഈ റാമിനെ രണ്ടാമത് മോഡിഫൈ ചെയ്ത് പിന്നെ അത് അഗെയിൻ റീപ്ലേസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് റാം ബേസ്ഡ് പ്രോഗ്രാം മോഡിഫൈ ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റണം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓരോ പ്രാവശ്യം നമുക്കിങ്ങനെ ഫ്യൂസ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് റോമിൻ്റെ ലൈഫ് ഇതായി പോകും, മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. റാം ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റീഡ് റൈറ്റ് മെമ്മറിയാണ്, നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡീബഗിങ് ഭയങ്കര റാപ്പിഡ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ഹെൽപ്പ് ഡീബഗ്, റിപ്പയർ സൈക്കിൾ, എവറിത്തിങ്. അപ്പോൾ മെമ്മറി സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സാധനം പോസിബിൾ ആയിരിക്കണം. ദെൻ റിയൽ ടൈം അനാലിസിസ് എന്ന് പറയുന്ന സാധനം ആണ് തേർഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. ഫോളോയിങ് കോഡ് ഫ്ലോ ഇൻ റിയൽ ടൈം വിത്ത് റിയൽ ടൈം ട്രേസ് അനാലിസിസ്. നമുക്ക് റിയൽ ടൈമിനകത്ത് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് സിസ്റ്റം പെർഫോം ചെയ്യണോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ വെരിഫൈ ചെയ്ത് വെക്കാൻ പറ്റണം. ഫോളോയിങ് കോഡ് ഫ്ലോ അത്ര സ്പീഡിലാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റണം, അതിന് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് വെക്കാൻ പറ്റണം. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്തുണ്ടായിരിക്കണം, ഡീബഗിങ് ഇതിനകത്തുണ്ടായിരിക്കണം. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാനുള്ളത്, ഡീബഗിങ്ങിനകത്ത് മെൻഷൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഡീബഗിങ് തന്നെ ആക്ച്വലി ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ്റെ ഫേസിനകത്തുള്ളത് തന്നെയാണ്. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് എന്ത്, ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡീബഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.